നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ PM കെയർ ഫണ്ടിനെതിരെ ഗുരുതര ആരോപണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. തെരഞ്ഞെടുപ്പ് കടപ്പത്രം പോലെ തന്നെ PM കെയർ ഫണ്ടും അഴിമതിയാണെന്നാണ് ആരോപണം. PM കെയറിന് ലഭിച്ച 12,700 കോടി രൂപയുടെ സംഭാവന ആരുടേതെന്ന് ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ചൈനീസ് കമ്പനികളുടേതടക്കം വിദേശ സംഭാവനയും PM കെയറിലേക്ക് ലഭിച്ചുവെന്നും ജയറാം രമേശ് കുറ്റപ്പെടുത്തി. കടപ്പത്രം പോലെ തന്നെ അന്വേഷണം ഒഴിവാക്കുന്നതോ കരാർ നേടുന്നതിനോ ഉള്ള ശ്രമം PM കെയർ സംഭാവനകളിലും നടന്നെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ബോണ്ട് വിവാദത്തിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ അഭിഭാഷകൻ ആക്രോശിച്ചെന്ന് റിപ്പോർട്ടുകൾ. അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാറയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെതിരെ ആക്രോശിച്ചത്. ഇലക്ടർ ബോണ്ട് കേസ് ന്യായമായ പ്രശ്നമല്ലെന്ന് പറഞ്ഞ അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാറ കേസ് നയപരമായ കാര്യമായിരുന്നുവെന്നും കോടതി ഇടപെടേണ്ട കാര്യമില്ലായിരുന്നുവെന്നും വാദിച്ചതോടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇടപെട്ടതോടെയാണ് മാത്യൂസ് നെടുമ്പാറ ആക്രോശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. 2019 കോടതിയലക്ഷ്യത്തിന് സുപ്രീം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ അഭിഭാഷകനാണ് മാത്യൂസ് നെടുമ്പാറ. ശക്തി പരാമർശത്തെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടി നൽകി രാഹുൽ ഗാന്ധി. താൻ പറയുന്നത് ആഴത്തിലുള്ള സത്യമാണ്. അതുകൊണ്ട് തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നത് അനീതിയുടെയും കള്ളപ്രചരണങ്ങളുടെയും അഴിമതിയുടെയും ശക്തിയെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചതിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കൂടുതൽ കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. മുന്നണിയുടെയും സർക്കാരിൻ്റെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നിലപാടിൽ കേസുകൾ പിൻവലിക്കാത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശിച്ചതോടെയാണ് ഈ നീക്കം. CPM വീണ്ടും ഒറ്റുകാരായി മതേതര ജനാധിപത്യ മുന്നേറ്റത്തെ തളർത്താൻ ശ്രമിച്ചെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. മുംബൈയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാറാലിയിൽ പങ്കെടുക്കാതെ മാറി നിന്ന പശ്ചാത്തലത്തിലാണ് ഹസൻ്റെ പരാമർശം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടുന്ന CPI പോലും പ്രതിനിധിയെ അയച്ചപ്പോൾ CPM ചരിത്ര ദൗത്യം ആവർത്തിച്ചുവെന്നും പിണറായി വിജയനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് സംരക്ഷിക്കാനാണ് CPM ദേശീയ നേതൃത്വം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചതെന്നും ഹസൻ ആരോപിച്ചു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിസോർട്ടും LDF കൺവീനർ EP ജയരാജൻ അഡ്വൈസറായ വൈദേകവും തമ്മിൽ കരാറുണ്ടെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജീവ് ചന്ദ്രശേഖറും EP ജയരാജൻ തമ്മിൽ കണ്ടിട്ടുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ഇരുവരും തമ്മിൽ കൂടിയാലോചന നടത്തിയെന്ന ആരോപണവും ഉന്നയിച്ചിട്ടില്ലെന്നും സതീശൻ വ്യക്തമാക്കി. എന്നാൽ നിരാമയ റിസോർട്ടും വൈദേകവും തമ്മിലുണ്ടാക്കിയ കരാറിനെ തുടർന്ന് 2 സ്ഥാപനങ്ങളും ഒന്നായതെന്നും ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേര് നിരാമയ വൈദേകം റിസോർട്ട് എന്നാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. പഴയ ചാക്കിനേക്കാൾ വില കുറഞ്ഞ ഒന്നായി പ്രധാനമന്ത്രിയുടെ വാക്ക് എന്ന് പരിഹസിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വെള്ളമെത്തിക്കാതെയാണ് മോദി സർക്കാർ കക്കൂസ് നിർമ്മിച്ചതെന്നും മോദിയുടെ നടക്കാത്ത ഗ്യാരണ്ടികൾ ചത്തുമലച്ച് കിടക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. പ്രലോഭനങ്ങളിൽ നട്ടെല്ല് വളയ്ക്കാത്ത കലാമണ്ഡലം ഗോപിയാശാന് സഹോദരമെന്ന് ഫേസ്ബുക്കിൽ മന്ത്രി വീണ ജോർജ്. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെയായ കലാമണ്ഡലം ഗോപിയുടെ മകൻ്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് പ്രതികരണത്തിന് ആധാരം. അതേസമയം മന്ത്രി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് കീചകവധമെന്നായിരുന്നു. മലയാള സിനിമാ താരം ടൊവിനോ തോമസിൻ്റെ ചിത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ച സംഭവത്തിൽ തൃശ്ശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെതിരെ പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസഡറായ ടൊവിനോയുടെ ചിത്രം ദുരുപയോഗം ചെയ്തുവെന്നും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ചട്ടലംഘനം നടത്തിയ സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് തടയണമെന്നും ആവശ്യപ്പെടുന്നു.
സുരേഷ് ഗോപി വിവാദത്തിനിടെ ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി. കെ രാധാകൃഷ്ണൻ്റെ പ്രവൃത്തിയെപ്പറ്റിയും സ്വഭാവത്തെപ്പറ്റിയും തനിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ടെന്നും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടഭ്യർത്ഥിക്കുന്നതെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. പിണറായിയുടെ പതനത്തിൻ്റെ നാളുകൾ ആഗതമായെന്നും ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധം തീർത്താലും പിണറായിയുടെ കസേരയിലെ നാളുകൾ എണ്ണപ്പെട്ടുവെന്നും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. മുതലാളിത്തത്തിന് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും എത്ര അസ്ത്രങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ശരശയ്യയിൽ കിടന്നാലും പിണറായിക്കെതിരെ പോരാട്ടത്തിൽ നിന്ന് കടുകുമണി പോലും പിന്നോട്ട് പോകില്ലെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. മാസം 1000 രൂപ വീതമടച്ച് RO, UV, UF, ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം. നറുക്കു വന്നാൽ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക. 9447151447. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം.